ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അയക്കുന്ന മെസ്സേജാണ്, സാർ പഠിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പഠിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല. അതല്ലെങ്കിൽ വീട്ടുകാർ ചീത്ത പറയുമ്പോഴേക്കും പഠിക്കാനുള്ള മൂഡൊക്കെ പോകുന്നു, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കുട്ടികളാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ പഠിക്കാതെ ഉഴപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ പഠിക്കാൻ നമുക്ക് സമയമുള്ളപ്പോഴും നമ്മളിത് പഠിക്കാതെ മറ്റ് പല കാര്യങ്ങളിലേക്ക് ഡൈവേർട്ടായിട്ട് പലരും റീൽസൊക്കെ കണ്ട് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കായിരിക്കും നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതിന് നമ്മൾ കൊടുക്കേണ്ട വില വലുതായിരിക്കും. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും. അടുത്ത വർഷം SSLCയുടെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ് നിങ്ങൾ +1ൻ്റെ അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ +1ൻ്റെ അലോട്ട്മെൻറ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം ഞങ്ങൾ സൈലത്തിലെ അധ്യാപകർക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യം, സാർ 10ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചില്ല, അതുകൊണ്ട് മാർക്ക് കുറവായിരുന്നു, ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല, ഇനി അത് കിട്ടാൻ ചാൻസ് ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സിറ്റുവേഷൻ അടുത്ത വർഷം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. SSLC എന്ന് പറയുന്ന ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ നിങ്ങളെ ചുമ്മാ പ്രഷറൈസ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഏറ്റവും സേഫ് ആയിട്ട് വെക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റ് അത്രയും സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് നല്ല മാർക്ക് നേടിയാൽ പിന്നെ നമുക്ക് അഡ്മിഷനെ ആലോചിച്ച് വലിയ രീതിയിൽ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിലായിരിക്കണം നിങ്ങളത് പഠിക്കേണ്ടത്. അല്ലാതെ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് കിട്ടുന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജേണിയും കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിച്ചു തുടങ്ങാം? ആദ്യത്തെ ദിവസം തന്നെ ഈ മോട്ടിവേഷൻ എല്ലാം കേട്ടിട്ട് ഭയങ്കര പമ്പായിട്ട് നിങ്ങൾ പോയിട്ട് ഒരു 2-3 മണിക്കൂർ പഠിക്കാൻ നോക്കണ്ട. പക്ഷേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഹാർഡായിട്ടുള്ള ടാസ്ക്. ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെല്ലെ അത് ട്രാക്കിലാക്കാൻ പറ്റും. സോ ആ തുടങ്ങുക എന്നുള്ള പ്രോസസ്സിലേക്ക് നിങ്ങൾ പോകേണ്ടത്, ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കുക. ആ 1 മണിക്കൂർ തന്നെ കണ്ടിന്യൂസ് പഠിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 25 മിനിറ്റുള്ള ചെറിയ സ്ലോട്ടുകളായിട്ട് നമുക്ക് സമയത്തെ ഫിക്സ് ചെയ്യാം. പല കുട്ടികളും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ക്ലോക്കിൻ്റെ 12 മണീൻ്റെ മുകളിൽ ആ സൂചി നിൽക്കുന്നേരം മാത്രമാണ് പഠിക്കാൻ തോന്നുക. അതായത് 7 മണിക്ക് പഠിക്കാൻ എന്ന് വിചാരിക്കും, എന്നിട്ട് അത് 7:05 ആയി കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഒരു 7:30 ആവട്ടെ അല്ലെങ്കിൽ 8 മണിയാവട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെ നോക്കണ്ട. നമ്മൾ ജസ്റ്റ് ഫോണിൽ വേണമെങ്കിൽ സ്റ്റോപ്പ് വാച്ച് വെക്കുക അല്ലെങ്കിൽ ടൈമർ ഓണാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ അങ്ങോട്ടിരിക്കുക. എന്നിട്ട് ഒരു 25 മിനിറ്റ് പഠിക്കുക. 25 മിനിറ്റ് പഠിച്ച കാര്യം നെക്സ്റ്റ് ഒരു 5 മിനിറ്റിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ശേഷം ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോൺ നോക്കാനോ റീല് നോക്കാനോ പോകണ്ട. പകരം നമ്മൾ ചുമ്മാ ഒന്ന് റൂമിലൂടെ എഴുന്നേറ്റ് നടക്കുക, പോയി വെള്ളം കുടിക്കുക, വേണമെങ്കിൽ അമ്മേനോടൊപ്പം ഒന്ന് പോയി സംസാരിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ കുറേ കൂടെ ഫോക്കസ് നമ്മുടെ പഠനത്തിലേക്ക് തന്നെ ആയിരിക്കണം. അങ്ങനെ ആദ്യത്തെ ഒരു 25 മിനിറ്റ് പഠിച്ച ശേഷം നെക്സ്റ്റ് 25 മിനിറ്റ് വീണ്ടും അടുത്തൊരു സ്റ്റഡി സ്ലോട്ടിലേക്ക് നമ്മൾ കിടക്കുക. അങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പുകളായിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏതൊരു വിഷയം പഠിക്കുമ്പോഴും ചുമ്മാ പുസ്തകം വായിക്കുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് ആ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മയിൽ നിൽക്കുന്നത് എന്നുള്ളത് ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കാൻ നോക്കുക. ഇപ്പോൾ സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ അതുപോലുള്ള വിഷയങ്ങളാണെങ്കിൽ ഒരു പാരഗ്രാഫ് മുഴുവൻ പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് ഇപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ആ എസ്സേയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ഒരു 5 പോയിന്റ് ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടി വരിക. സോ ആ 5 പോയിന്റ് അല്ലെങ്കിൽ ആ 10 പോയിന്റ് നിങ്ങൾക്ക് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ നിങ്ങൾ ആക്റ്റീവ് റീകോളിങ്ങിലൂടെ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ കൂടെ എളുപ്പമാകും. ഇതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറേ കൂടെ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സിസ്റ്റം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുറേ കൂടെ ഈസി ആകും. അങ്ങനെ നിങ്ങളുടെ പഠനത്തിൻ്റെ പ്രോസസ്സിനെ ഈസി ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സൈലം നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചിലെ ക്ലാസ്സുകൾ നൽകുന്നത്. അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് അസ്ത്ര ബാച്ച് ഉണ്ട്. അസ്ത്ര ബാച്ചിൽ ഇതിനോടകം തന്നെ 20,000-ലധികം കുട്ടികൾ ജോയിൻ ചെയ്ത് അവർ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിതൊരു റേസിൽ തന്നെയാണുള്ളത്, നമ്മളൊരു ഓട്ട മത്സരത്തിലാണ്. അപ്പോൾ നമ്മൾ പുറകിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് +1 അഡ്മിഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും വില്ലായി പോകുമെന്നുള്ളതാണ്. സോ ഹാർഡസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് തുടങ്ങുക എന്നുള്ളതാണ്. ആ തുടങ്ങിക്കഴിഞ്ഞ് ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊരു സ്ട്രക്ചർ ആവശ്യമുണ്ട്. സൈലത്തെ സംബന്ധിച്ച് സൈലം അത്രയും കൃത്യമായിട്ടുള്ള അക്കാഡമിക് സ്ട്രക്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അസ്ത്ര ബാച്ചിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിൻ്റെ ലൈവ് ക്ലാസ്സുകളാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എടുക്കുന്നത് ഇൻഫിനിറ്റി പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പേൾ വീഡിയോസ് കൂടെ ലഭ്യമായിരിക്കും. ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ മൈൻഡ് മാപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും, പിന്നെ നമുക്ക് വീക്ക്ലി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്.
അതിലൂടെയൊക്കെ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പ്രോഗ്രസ് എത്രമാത്രമാണെന്ന് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് മികച്ച മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ അടുത്ത വർഷത്തെ SSLC റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന അതിൻ്റെ പരമാവധി മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അത് കഴിഞ്ഞ് +1 നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിലായിരിക്കണം, അല്ലാതെ ആരെങ്കിലും പറയുന്ന കോഴ്സിന് അല്ലെങ്കിൽ കിട്ടുന്ന കോഴ്സിന് കിട്ടുന്ന സ്കൂളിലായിരിക്കരുത്. ആ സ്വപ്നം ഉറപ്പിച്ചുകൊണ്ട് മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകിക്കൊണ്ട് Xylem നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട്, നമ്മുടെ ബാച്ചിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 9995400800 എന്ന നമ്പറിലേക്ക് വിളിക്കുക.